സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കാനാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് കാരണങ്ങളുണ്ട്. വലിയ രാഷ്ട്രീയ തരംഗങ്ങളൊന്നുമില്ലാതിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടും BJP സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം 2,76,000-ലധികമാണ്. LDF സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികളും തമ്മിൽ നേടിയ വോട്ടിൻ്റെ വ്യത്യാസം 1,32,000-ആണ്. അതായത് പ്രത്യേകിച്ച് UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ സുനിൽകുമാറിന് അനുകൂലമാണ് തൃശ്ശൂരിൻ്റെ കണക്ക്. അവിടെ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താകും. 4,85,000-ലധികം വോട്ടുകളാണ് തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ നേടിയത്. UDFന് നേടാനായത് 3,52,000 വോട്ട്. BJP സ്ഥാനാർത്ഥികൾക്കെല്ലാം കൂടി നേടാനായത് 2,09,000 വോട്ട്. BJP സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ ചലനത്തെ തങ്ങൾക്ക് അനുകൂല വികാരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലിൽ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ മത്സരിച്ചു. AN രാധാകൃഷ്ണനും B ഗോപാലകൃഷ്ണനും ജേക്കബ് തോമസും BJPയുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ നാഗേഷും അടക്കമുള്ള ആളുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലായി മത്സരത്തിനിറങ്ങിയത്. എന്നിട്ടും അവർക്ക് സമാഹരിക്കാനായത് 2,09,000 വോട്ടുകൾ മാത്രം. അതായത് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 2,91,000 വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ 82,000 വോട്ടിൻ്റെ കുറവ് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ തന്നെ തൃശ്ശൂരിൽ നിയമസഭാ പോരാട്ടത്തിനിറങ്ങിയിട്ടും BJPക്കുണ്ടായി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രത്യേകിച്ചൊരു തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായ ജനവികാരമുണ്ടായിരുന്നു. തൃശ്ശൂർ പൊതുവെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ല. ആ ജില്ലയിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഉണ്ടാക്കിയ ആ തരംഗം ഉണ്ടാക്കിയ മാറ്റത്തെ തിരികെ കൊണ്ടുവരാൻ LDFന് സാധിച്ചു എന്നുള്ളതാണ്. അതിനു തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വിവിധ ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ട് കണക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും വോട്ട് കണക്കും പരിശോധിച്ചാലും ഏതാണ്ട് ഇതുതന്നെയാണ് സ്ഥിതി. LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 1.5 ലക്ഷത്തോളമുണ്ട്. LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2.25 ലക്ഷത്തിലധികമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 90,000-ലധികം വോട്ടിന് തോറ്റ LDF അതിശക്തമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചു വരുന്ന കാഴ്ച. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,21,000 വോട്ട് മാത്രം നേടിയ LDF 4,85,000 വോട്ട് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി എന്നുള്ളതാണ്. UDFന് അത്ര വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ LDF 3,21,000-ൽ നിന്ന് 4,85,000-ലേക്ക് കുതിച്ചപ്പോൾ UDFന് വലിയ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതായത് UDFൻ്റെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലെ തന്നെ ഏകദേശം അവിടെ കിട്ടി. 3,52,000 എന്നുള്ളത് 4,15,000 എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിൽ നിന്നുള്ള വലിയ കുറവൊന്നുമല്ല. ഒരു 50,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ LDFനുണ്ടായ വോട്ട് വ്യത്യാസം 3,21,000-ൽ നിന്ന് 4,85,000-ആണ്. അവിടെയാണ് LDF എങ്ങനെയാണ് തങ്ങൾക്കെതിരായ ഒരു വലിയ തരംഗത്തെ അതിജീവിച്ചത് എന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്ന LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്ന സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഭൂമി കുലുക്കമുണ്ടാക്കുന്ന LDFനെ ആകെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ, മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ അങ്ങനെ നാടിനെ ആകെ പിടിച്ചു കുലുക്കുന്ന ഒരു രാഷ്ട്രീയ തരംഗം ഉണ്ടായില്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ കണക്ക് പുസ്തകം പരിശോധിക്കുമ്പോൾ LDFന് അനുകൂലമാണ്. സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ 4,85,000 എന്ന് പറയുന്ന വോട്ട്
അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 7 മണ്ഡലങ്ങളിലും കൂടി നേടിയ വോട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. TN പ്രതാപൻ നിസ്സാരക്കാരനല്ല. പക്ഷേ കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് എന്ന താരതമ്യേന അത്രമേൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥി. അതുമാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയം നിലനിൽക്കുമ്പോൾ LDFിൽ നിന്നുള്ള ഹിന്ദു വോട്ടിൻ്റെ വരെ ഷിഫ്റ്റ് BJPക്കും പ്രതാപനും അനുകൂലമായി അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഗോപി ആദ്യമായി വരുന്നതിൻ്റെ ഒരു ആവേശമുണ്ടായിരുന്നു. പക്ഷേ ആ വോട്ടുകളൊക്കെ വളരെ കൃത്യമായി LDF തിരിച്ചു പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് 3,21,000 നിന്ന് 4,85,000 മാറാൻ സാധിച്ചത്. നമ്മൾ ഓരോ നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും അത് വ്യക്തമാണ്. സുരേഷ് ഗോപി വീണ്ടും ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരല്പമെങ്കിലും വോട്ടുയർത്താൻ BJPക്ക് സാധിച്ചത്. അതേസമയം തന്നെ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾക്കും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടി. മൊത്തത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ ഗുണം 3 പേർക്കും ഉണ്ടായി എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം സംഭവിച്ചത് UDFിന് വോട്ട് കുറഞ്ഞു, BJPക്ക് വോട്ട് കുറഞ്ഞു. LDF സ്ഥാനാർത്ഥികൾ വലിയ നേട്ടമുണ്ടാക്കി. ഇതിൽ തന്നെ 4 മണ്ഡലങ്ങളിൽ 70,000-ലധികം വോട്ട് LDF സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായ തേരോട്ടം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അതുകഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFിന് അനുകൂലമായി ഉണ്ടായിരുന്നു. അത് UDFിനെയും ആശങ്കപ്പെടുത്തേണ്ട ഘടകമാണ്. പ്രതാപൻ തൃശ്ശൂരിന് ഏറെ പരിചിതനായ വ്യക്തിയാണ്. പ്രതാപന് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ വോട്ട് ബാങ്കുകളിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ്. പക്ഷേ VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ ഒരുപക്ഷെ പ്രതാപനേക്കാൾ തൃശ്ശൂരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താവുന്ന സുനിൽകുമാറിൻ്റെ സാന്നിധ്യം ഈ 4,85,000 വോട്ട് ഉറപ്പിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള ഇടത്താണ് തൃശ്ശൂരിൻ്റെ കണക്ക് പരിശോധിക്കുന്നവർക്ക് ഉറപ്പായും പറയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തെ എത്തുകയുള്ളൂ എന്ന്. BJPക്ക് ക്രമാനുഗതമായ വളർച്ചയല്ല സുരേഷ് ഗോപിയുടെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്, താഴേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്തുയർത്തണമെങ്കിൽ ഒരു 2,75,000 വോട്ട് എന്ന ആ വലിയ വ്യത്യാസത്തെ മറികടക്കേണ്ടി വരും. അതിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമോ? BJPക്ക് അനുകൂലമായി കേരളത്തിലെ ജനത ചിന്തിക്കുന്നതിന് എന്താണുള്ളത്? സുരേഷ് ഗോപിക്ക് അനുകൂലമായി കേരളത്തിലെ ജനത ചിന്തിക്കുന്നതിന് എന്തു ഘടകമാണുള്ളത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ രാഹുൽ തരംഗമൊന്നും കേരളത്തിൽ ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ ഇനിയൊരു തരംഗം അങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള നിലയിൽ കേരളത്തിൽ ഉണ്ടാവുകയുമില്ല. ആളുകൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയാണ് BJPയെ നേരിടുന്നത് എന്ന്. ആരു ജയിച്ചാലും അത് BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരും. അപ്പോൾ കൂടുതൽ ആ പോരാട്ടത്തിന് കരുത്തു പകരാൻ കഴിയുന്നത് ആർക്ക് എന്നുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാൻ VS സുനിൽകുമാറിന് സാധിക്കുമെന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഒരു തരംഗമുണ്ടായില്ലെങ്കിൽ VS സുനിൽകുമാറിന് അനുകൂലമായി കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാര്യം. ഇനിയിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നു, അതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ തരംഗം രൂപപ്പെട്ടു വന്നാൽ, ഇതുവരെ എന്തായാലും അത് രൂപപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം രൂപപ്പെട്ടു വന്ന് LDFിനെ ആകെ കടപുഴക്കുന്ന തരത്തിലുള്ള ഒരു കാറ്റുണ്ടാവുകയാണെങ്കിൽ മാത്രം TN പ്രതാപൻ ഒരിക്കൽ കൂടി തൃശ്ശൂരിൻ്റെ MP ആകും. അപ്പോഴും സുരേഷ് ഗോപി വളരെ ദൂരെ 3-ാം സ്ഥാനത്തായിരിക്കും.